ബി.ജെ.പി. എന്ന രാഷ്ട്രീയ പാർട്ടി വിജയങ്ങൾ നേടുന്നത് ചില നേതാക്കന്മാരുടെ പ്രചരണം കൊണ്ട് മാത്രമല്ല. അതിൻ്റെ പിന്നിൽ തന്ത്രമൊരുക്കാൻ അറിയാവുന്ന അനവധി തലകളുള്ളതുകൊണ്ട് കൂടിയാണ്. അത് ബി.ജെ.പിയിൽ മാത്രമല്ല, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആ ഒരു മാതൃസംഘടനയായ RSSും അനവധി ബുദ്ധിജീവികളെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. കഴിഞ്ഞ തവണ, അതായത് 2019 പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. വലിയ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയപ്പോഴാണ് നാം അരവിന്ദ് മേനോൻ എന്ന ഒരു മലയാളിയായ RSS പ്രചാരകനായിരുന്നു അവിടുത്തെ ചുക്കാൻ പിടിച്ചതെന്ന് അറിഞ്ഞത്. ബി.ജെ.പിയിലെ ചാണക്യനെന്നാണ് അമിത്ഷാ അറിയപ്പെടുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ട്രബിൾ ഷൂട്ടർ എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മയെയും അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള അനവധി തന്ത്രശാലികളായ, ഇല്ലെങ്കിൽ തന്ത്രമൊരുക്കാൻ അറിയാവുന്ന നേതാക്കളാണ് ബി.ജെ.പി. എപ്പോഴും വിജയരഥത്തിലേറ്റുന്നത്. അത്തരത്തിലൊരാൾ ദക്ഷിണേന്ത്യയിലുമുണ്ട്. അത് ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നു. ഈ പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചല്ല, അണ്ണാമലയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം AIDMKയുടെ ഒരു അവലോകന യോഗം നടക്കുകയുണ്ടായി. ആ യോഗത്തിൻ്റെ റിപ്പോർട്ടാണ് ഇത്തരമൊരു അനാലിസിസിന് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇനി അണ്ണാമലയെക്കുറിച്ച് പറയാം. രാഷ്ട്രീയത്തിൽ യാതൊരു പരിചയവുമില്ല. പൊടുന്നനെ രാഷ്ട്രീയത്തിൽ എത്തപ്പെട്ടതാണ്. ആദ്യം ചെയ്തത് തമിഴ്നാട്ടിൽ എങ്ങനെ ബി.ജെ.പിയെ ശക്തിപ്പെടുത്താമെന്നതിനെക്കുറിച്ച് സമഗ്രമായി പഠിച്ച് ഒരു റിപ്പോർട്ട് അമിത്ഷായ്ക്കും മോദിക്കും മുൻപിൽ വെച്ചു. അമിത്ഷായും മോദിയും നെറ്റിച്ചൊളിച്ചു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം AIDMKയുമായിട്ടുള്ള സഖ്യം വിടണമെന്നായിരുന്നു. പണ്ട് പുരാതന കാലം തൊട്ട് ഒളിഞ്ഞും തെളിഞ്ഞും AIDMKയായിട്ട് സഖ്യത്തിൽ മുൻപോട്ട് പോയ ബി.ജെ.പി. നേതൃത്വത്തിന് ദഹിക്കാവുന്ന കാര്യമായിരുന്നില്ല അണ്ണാമലയെ പറഞ്ഞത്. അതിനുള്ള കാരണവും അണ്ണാമല വിശദീകരിച്ചു. AIDMKയുടെ കൂടെ നിന്നാൽ, ഇല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികളുടെ കൂടെ അവരുടെ നിഴലായി നിന്നാൽ എന്നും നിഴലായി നിൽക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. പകരം അത് മാറ്റി നാം ഒറ്റയ്ക്ക് മുന്നേറണം. വളരെ പ്രയാസകരമായ ഒരു യാത്രയാകും അത്. പക്ഷേ ആ യാത്രയുടെ ഒടുവിൽ നാം വിജയം കാണുക തന്നെ ചെയ്യുമെന്ന്. ഒടുവിൽ അണ്ണാമല എന്ന ആ IPSകാരൻ്റെ വാക്ക് വിശ്വസിച്ച കേന്ദ്ര നേതൃത്വം അണ്ണാമലയ്ക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി നിന്നു. അതിന് ഇപ്പോൾ ഫലം കണ്ടു തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ. നാളിതുവരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചരിത്രത്തിൽ പോലും ഇടം പിടിക്കാതിരുന്ന ബി.ജെ.പി. ആണെന്ന് മുക്കിനും മൂലയിലുമൊക്കെ തമിഴൻ പറയുന്നത്. അതായത് DMKയ്ക്ക് ബദലായിട്ട് ഒരു പ്രതിപക്ഷത്തിൻ്റെ റോളാണ് ബി.ജെ.പി. ഇപ്പോൾ തമിഴ്നാട്ടിൽ കൈകാര്യം ചെയ്യുന്നത്. അണ്ണാമല ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് തങ്ങൾ വെറുതെയല്ല, ജനപിന്തുണ കൂടിക്കൂടി വരുന്നുവെന്ന്. ആരും അത് വിശ്വസിച്ചില്ല എങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഈ അടുത്ത കാലത്തുള്ള സർവേയിലെല്ലാം അവർക്ക് പ്രവചിച്ച സീറ്റ് AIDMKയ്ക്കും മുകളിലായിരുന്നു. കഴിഞ്ഞ ദിവസം AIDMKയുടെ ഒരു അവലോകന യോഗം നടക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് വിശകലനമാണ് അതിൽ നടന്നത്. അതിലാണ് ആ ഞെട്ടിക്കുന്ന സത്യം AIDMK മനസ്സിലാക്കിയത്. AIDMKയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ വോട്ടർമാരിലേറെയും ബി.ജെ.പിയോടൊപ്പം ചേർന്നിരിക്കുന്നു. അതിനൊരു പ്രധാന കാരണം, ജയലളിത ഉള്ള സമയത്ത് സ്ത്രീ വോട്ടർമാർക്കും പെൺകുട്ടികൾക്കുമൊക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നൽകിപ്പോന്നിരുന്നു. AIDMKയുടെ മരണശേഷം പാർട്ടി തന്നെ ദുർബലമായി. അത് കൊണ്ടു നടക്കാനുള്ള കപ്പാസിറ്റി പളനിസ്വാമിക്കുമില്ല, പനീർശെൽവത്തിനുമില്ല. ഇവിടെയാണ് AIDMK വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടെ ബി.ജെ.പിയിലെത്തിയത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നാരീശക്തി എന്ന ആ ഒരു മുദ്രാവാക്യവും അതിന് കീഴിൽ വരുന്ന അനവധി പദ്ധതികളുടെയുമൊക്കെ ഗുണഭോക്താക്കളായി ഈ സ്ത്രീകൾ മാറി. ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ബി.ജെ.പിക്കാർ അത് മാറ്റിയെടുത്തു. അങ്ങനെ AIDMKയ്ക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന സ്ത്രീ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം ഇത്തവണ ബി.ജെ.പിക്കായി വോട്ട് ചെയ്യാനെത്തി. ഇത് തന്നെയാണ് AIDMK അലോരസപ്പെടുത്തുന്നതും. ഇത്തവണ സീറ്റ് കുറഞ്ഞാൽ അവരുടെ ഭാവി ഇനി എന്ത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അണ്ണാമലയെ പറഞ്ഞത് തങ്ങളുടെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, പകരം നിയമസഭയിലെ പ്രതിപക്ഷമാവുക എന്നുള്ളതാണ്. അതും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാൻ സമയമില്ല എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ അതിന് പിന്നിലും ചിലതൊക്കെ ഉണ്ട് എന്ന് ചിലർക്ക് മനസ്സിലായി തുടങ്ങി. ആദ്യം തന്നെ 17 MLAമാരുള്ള കോൺഗ്രസിന്, അതായത് തമിഴ്നാട് നിയമസഭയിൽ 17 MLAമാരാണ് കോൺഗ്രസിനുള്ളത്. അതിൽ 9 പേരുമായി ചർച്ച നടത്തിയത് വലിയ വാർത്തയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ചെറുകക്ഷികളെ അടർത്തിയെടുക്കാനുള്ള ശ്രമം ബി.ജെ.പി. ആരംഭിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ പനീർശെൽവവും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLAമാരെ അടർത്തിയെടുത്ത് തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ ബ്ലോക്കാകാനാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ശ്രമം. എല്ലാ അർത്ഥത്തിലും തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 2 ദ്രാവിഡ പാർട്ടികൾ ഒന്നിനെ പൂർണ്ണമായി കടപുഴക്കിയിരിക്കുന്നു. കടപുഴക്കിയത് ബി.ജെ.പിയുടെ ശക്തിയും തന്ത്രവും മാത്രമല്ല, ആ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ വഴികൾ അടഞ്ഞതുകൂടിക്കൊണ്ടാണ്. ജയലളിതയെപ്പോലെ ഒരു നല്ല ലീഡർ അവർക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ തേര് തെളിക്കാൻ ആളില്ല. അങ്ങനെ തേര് തെളിക്കാൻ ആളില്ലാത്ത തേര് എങ്ങോട്ട് വേണമെങ്കിലും തെളിച്ചുകൊണ്ട് പോകാവുന്ന അവസ്ഥയിലാണ് അണ്ണാമലയെപ്പോലൊരു മിടുക്കൻ രംഗത്തെത്തിയത്. ആ അണ്ണാമലയ്ക്ക് ഉറച്ച പിന്തുണയുമായി നരേന്ദ്രമോദിയും അമിത്ഷായും കട്ടയ്ക്ക് കൂടെ നിന്നപ്പോൾ തമിഴ്നാട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അണ്ണാമലെ പറഞ്ഞതുപോലെ തന്നെ ലോക്സഭയ്ക്കപ്പുറം നിയമസഭയിൽ വലിയ ചരിത്രം തന്നെ അവരൊരു പക്ഷേ എഴുതിയേക്കാം. കാരണം ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അധികനാൾ AIDMK DMK എന്ന 2 ധ്രുവങ്ങളുണ്ടായില്ല. പകരം DMKയും BJPയും മാത്രമാകും. ആ BJPയിൽ ഒരുപക്ഷെ ചെറു കക്ഷിയായി ഇല്ലെങ്കിൽ ഒരു പാർട്ണർ മാത്രമായി AIDMK ഒതുങ്ങിയേക്കാം.
ഇല്ലെങ്കിൽ AIADMK കൂടി ലയിച്ച് ഒറ്റ പാർട്ടിയായി തമിഴ്നാട്ടിൽ BJP മുന്നേറിയേക്കാം. ഇത് തന്നെയാണ് ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.